ഹലോ. കുറച്ച് നാളുകൾക്ക് മുമ്പേ ആം, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ ഐ യൂസ് ടു ഹോപ്പ് ഓൺ ടു ഫ്ലൈറ്റ്സ്. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്. Sometimes I will be there in Kolkata, and from there I have to go to the next destination without coming back home. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഒരു ദിവസം എനിക്ക് കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്കാണെന്ന് തോന്നുന്നു. യെസ്, ഐ ഹാഡ് ടു ഗോ ഫോർ സം ബിസിനസ് ട്രാൻസാക്ഷൻ ആട്ടോ, ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ. അങ്ങനെ പോകേണ്ടി വന്നു. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഐ ഡിൻറ്റ് ഹാവ് സാരീസ് കേട്ടോ. ഞാൻ ഒന്ന് രണ്ടെണ്ണം കൊണ്ടുപോയി അതിലെ ഉടുത്തു, അതിലും ക്രഷ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് ഐ ബോട്ട് ദ സാരി, ദിസ് വൺ കേട്ടോ. ഇത് കൊൽക്കത്തയുടെ ഒരു പ്രത്യേകതയാണ് അത്ര, ഈ ബാത്തിക് പ്രിൻറ്റ്സ് എല്ലാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലൗസൊക്കെ ഇട്ടിട്ട് പോകും ഞാൻ. അന്ന് ദാറ്റ് വാസ് ദ ടൈം വെൻ ഇറ്റ് വാസ് ലൈക്ക് മാച്ചിങ് ഒക്കെ വേണം എന്നൊക്കെയായിരുന്നു. ബട്ട് ഐ സ്റ്റാർട്ടഡ് ഇറ്റ് ബിക്കോസ് ഓഫ് മൈ കൺവീനിയൻസ്. ഓൾവേസ് ഐ വിൽ നോട്ട് ഹാവ് മാച്ചിങ് ബ്ലൗസസ് വിത്ത് മീ, ബട്ട് ഐ വിൽ ജസ്റ്റ് മിസ്മാച്ച് ഇറ്റ് ആൻഡ് ഗോ. അങ്ങനെ ഒരു I used to enjoy it also, കേട്ടോ. I used to think whether this will go with that. So whatever blouses were available with me, I used to match the sarees if I had to buy from outside like this. So അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വരുന്ന സമയത്ത് ബോംബെയിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ഐ വാസ് വെയറിങ് ദ സെയിം സാരി. അപ്പോൾ ഒരു ലേഡി എനിക്കിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഫ്രം ബോംബെ ടു ഐ തിങ്ക് ഇറ്റ് വാസ് ടു ചെന്നൈ ഐ വാസ് ഗോയിങ് ടു ബോർഡ്. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന എന്തോ ബുക്ക്, ആസ് യൂഷ്വൽ ഐ വിൽ ബൈ വൺ ബുക്ക്, സിറ്റ് ആൻഡ് റീഡ് ഇറ്റ്. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആൻറ്റി എന്നെ ഇങ്ങനെ സാഗൂതം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത്, ക്യൂവിൽ നിൽക്കുന്ന സമയത്ത്, ഷീ വാസ് ജസ്റ്റ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് മീ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ, ലൈക്ക് ദ ഷീ കോൾ മീ. സോ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, മലയാളിയല്ലേ? ഞാൻ പറഞ്ഞു യെസ്. നോ, ഐ വാസ് ഗെസ്സിങ് വെദർ യു ആർ ഫ്രം എനി അതർ പ്ലേസ്, ലെറ്റ് മീ ട്രൈ ടു ഗെസ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് ചോദിച്ചതാണെന്ന് പറഞ്ഞാൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെ നിന്ന് കിട്ടുന്നു ഈ സാരിയൊക്കെ? ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ സമയത്ത് കിട്ടിയിരുന്ന സാരീസാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആൻറ്റി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഷീ ഈസ് റിട്ടയേർഡ് കോളേജ് ലെക്ചറർ, കോളേജ് പ്രൊഫസറായിരുന്നു അത്ര, ചെന്നൈയിൽ സ്റ്റെല്ല മേരീസ് കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹമായി. ഞങ്ങൾ ആ ക്യൂവിൽ ഇങ്ങനെ കയറുന്നവരെ സംസാരിച്ചു സാരീസിനെ പറ്റിയിട്ട്. ആൻറ്റി പറഞ്ഞു, മോള് വീട്ടിൽ വരണം കേട്ടോ. സി വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഈ സാരി കൊണ്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയതേ. ഞാൻ ഫോണൊക്കെ ചെയ്തിട്ടുണ്ട് ആൻറ്റിയെ, പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഫോൺ നമ്പറൊക്കെ തന്നു. അന്നൊക്കെ ഫോൺസാണ് കയ്യിൽ. ഫോൺ നമ്പർ തന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹലോ ബൈ പറഞ്ഞ് പിരിഞ്ഞു. പക്ഷെ ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ എനിക്ക് സാരി വഴി കിട്ടിയതാണ്. അതേപോലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ, കാസ ഗ്രാൻഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പം അവിടെ ഒരു എക്സിബിഷൻ വന്നു, കോട്ടൺ സാരീസ് ഓൺലി. അപ്പോൾ എനിക്ക് സാരീസ് വാങ്ങിക്കാനായിട്ട് ആ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ചു നോക്കാം എന്താ വന്നിരിക്കണം. ഈ സാരി അഫിഷ്യനാഡോ ആണല്ലോ ഞാൻ. ഐ ഹാവ് ടോൾഡ് യു ദിസ് വേർഡ് ഏർലിയർ ടു കേട്ടോ. സാരി അഫിഷ്യനാഡോ എന്ന് പറഞ്ഞാൽ സാരിയെ പ്രേമിക്കുന്നവർ അല്ലെങ്കിൽ കളക്ടർ എന്നൊക്കെ ഉള്ള അർത്ഥമാണത്. അപ്പോൾ ഞാനവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കും. ഇതേപോലെ തന്നെ ഒരു ആൻറ്റി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ആ കമ്മ്യൂണിറ്റിയിൽ വില്ലാസിൽ താമസിക്കണ ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഹലോ ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ഷീ സ്റ്റാർട്ടഡ് ചൂസിങ്, മോളെ ഇത് പാരങ്കമ്മ, പപ്പ ഇത് നല്ല ഇറക്കും. അവിടെ മോളെ എന്ന് പറയില്ല, പാപ്പ എന്നാണ് അവർ പറയുക. അപ്പോൾ ഞാൻ ചോദിച്ചു, ആൻറ്റിക്ക് ഒത്തിരി സാരീസൊക്കെ അറിയാൻ തോന്നുള്ളൂ, നല്ല കളേഴ്സൊക്കെ. അപ്പോൾ അവർ ഡോക്ടറായിരുന്നു. ഷീ വാസ് എ ഗൈനക്കോളജിസ്റ്റ് ഇൻ ചെന്നൈ മെഡിക്കൽ കോളേജ്. അത് കഴിഞ്ഞിട്ട് റിട്ടയർഡായി. ഇപ്പം മകളുടെ കൂടെ താമസിക്കാൻ വന്നിരിക്കുകയാണ്, വില്ലയിൽ താമസിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സായി. ആൻഡ് ഷീ ഗേവ് മീ എ ഫെയർവെൽ പാർട്ടിയൊക്കെ. ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് പോകുന്നപ്പോൾ ആൻറ്റി അറേഞ്ച് ചെയ്തു എനിക്ക് ഇത് ഫുഡൊക്കെ തന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വീട് മാറിപ്പോകുന്നപ്പോൾ അങ്ങനെ കുറേ കണക്ഷൻസ്. ഇതൊരു ആർട്ടാണ് കേട്ടോ. ഈ സാരി കളക്ഷൻസ് എന്ന് പറയുന്നതും ഒരു ആർട്ടാണ്. പലരെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ പ്രൊഫഷണൽ ലേഡീസ് ഉണ്ടല്ലോ, അവർക്കൊരു സൈഡ് ഒരു പാഷനാണ് ഈ ഡ്രസ്സിങ് അപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓവർ ഡ്രസ്സിങ് അല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഡോക്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ വളരെ മിതമായിട്ട് ഡ്രസ്സ് ചെയ്യും, പക്ഷെ വളരെ എലിഗൻ്റ് ആയിരിക്കും. ലോയേഴ്സ് ഞാൻ ഒരുപാട് പേര് ഞങ്ങളുടെ ഇതിൽ ഹൈക്കോർട്ടിൽ കാണാറുണ്ട്.
എല്ലാവരും എലിഗൻ്റ് ആയിരിക്കും. വൈറ്റിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ബാത്തിക് ഡിസൈൻസോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും ഹൈക്കോർട്ട് ലോയേഴ്സൊക്കെ ഇടുക കേട്ടോ. നല്ല രസമാണ് അവരെ കണ്ടിരിക്കാൻ. ഞാൻ കുറേ അവരെയൊക്കെ കോപ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുമ്പോൾ ഈ സാരി പ്രിൻസിന് നൊസ്റ്റാൾജിയ ഉണ്ടെന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഇങ്ങനത്തെ പ്രിൻസ് അങ്ങനെ ഈസിലി അവൈലബിൾ അല്ല അത്ര. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ ഇങ്ങനത്തെ പഴയ സാരി പ്രിൻസ് ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാത്തിക് പ്രിൻസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ക്ലോത്ത്സിനെ പറ്റി പറയുമ്പോഴേ ഞാൻ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് കളയരുത് നിങ്ങൾ. ഈ ചീപ്പറായിട്ടുള്ള തുണികൾ മേടിച്ചാലില്ലേ അതൊട്ട് ഇടാനും പറ്റത്തില്ല. കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഫാഷനും പോകും. പിന്നെ അത് നമ്മൾ ജനറേഷനിലേക്ക് ഇങ്ങനെ മാറി മാറി കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ലേ. പോളിയസ്റ്റർ എന്ന് പറഞ്ഞൊരു സാരി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. 1-2 ഉണ്ട് കേട്ടോ. പക്ഷെ അത് മഴ വരുമ്പോൾ കുടഞ്ഞു കളയാൻ എളുപ്പത്തിന് വാങ്ങിച്ചതാണ്. പ്ലാസ്റ്റിക് പോലെ ഇരിക്കുക. പക്ഷെ അത് ഉള്ളതിൽ നല്ല പ്രിൻറ്റ് വെച്ചിട്ട് ഞാൻ 2 വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് മഴയത്ത് കൊടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ ചെന്നൈയിലോട്ട് പോയപ്പം വല്ലപ്പോഴേ മഴ വരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല അങ്ങനത്തെ ക്ലോത്ത്സ്. സോ ഐ യൂസ് ടു ഗ്യാദർ കുറച്ച് നല്ല ഇങ്ങനത്തെ പ്രിൻസ് മേടിച്ച് വെച്ചായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് 20 ഇയർ ഓൾഡ് സാരിയാണ്. ഓക്കെ, 20 ഇയർ ഓൾഡ് എന്ന് പറഞ്ഞാൽ അത്ര ഓൾഡ് അല്ല സാരിയുടെ ഇതിൽ. ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ് അതെനിക്ക് യൂസ്ഫുൾ ആവുകയാണ് അല്ലേ ഇപ്പോൾ. സോ ലെറ്റ് മീ ടെൽ യു 2-3 തിങ്സ്. ഒരു ആമുഖം വേണമായിരുന്നു, അതിനു വേണ്ടിയാണ് ഇത് പറഞ്ഞത്. കളക്റ്റൈബിൾസ് ഇല്ലേ, നമ്മൾ ഓരോ സാധനങ്ങളും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്നത്. ചിലരുടെയൊക്കെ ഫ്രിഡ്ജ് കാണണം. ആ ഫ്രിഡ്ജുമ്പോൾ മൊത്തം മാഗ്നറ്റ്സ് ആയിരിക്കും. നോക്കൂ, ഇതൊരു ഫങ്ഷനാലിറ്റിയെ ബാധിക്കുന്ന സാധനമാണ് കേട്ടോ. ഞാൻ 1-2 മാഗ്നറ്റ്സ് വെച്ചു, 2-3-4 ഉണ്ടായിരിക്കാം. അത് ഇങ്ങനെ തുറക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഗ്രിപ്പ് പോയി കഴിയുമ്പോൾ ഡാന്ന് പറഞ്ഞാൽ താഴെ വീഴും. അപ്പോൾ ഈ കളക്റ്റൈബിൾസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കോർണർ ഉണ്ടാക്കിക്കൊള്ളൂ കേട്ടോ. കാരണം ഒരുപാട് ട്രാവൽ ചെയ്യുന്നവരങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും വീഡിയോസിൽ. റാദർ ദാൻ ക്ലസ്റ്ററിങ് യുവർ ഫ്രിഡ്ജ് ഡോർ, ഇറ്റ് ഈസ് ബെറ്റർ. കാരണം നമ്മൾ ഓരോരോ സാധനങ്ങൾ എടുക്കാനും തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു അസൗകര്യമായിട്ട് മാറും. ഇതൊന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന 2-3 കാര്യങ്ങൾ പറയാനാട്ടെ, ഈ കളക്റ്റൈബിൾസും സാരീസിനെയും പറ്റിയിട്ടൊക്കെ. പിന്നെ അമ്മമാരുടെ അടുത്തുനിന്ന് കിട്ടുന്ന സാരീസില്ലേ, നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഒരു കുട്ടി എന്നോട് വന്ന് ചോദിച്ചിരുന്നു, ആൻറ്റി ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി, ഞങ്ങൾ 3 സിസ്റ്റേഴ്സാണ്. അതിൽ 2 സിസ്റ്റേഴ്സിനും അമ്മയുടെ സാരീസൊക്കെ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് അതൊക്കെ വെക്കണമെന്നുണ്ട്, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. വേറെ ഒരു അമ്മയുടെ പ്രായമുള്ള ആൻറ്റി വന്നിട്ട് സാരീസൊക്കെ ചോദിച്ചപ്പോൾ കുറേ എൻ്റെ സിസ്റ്റേഴ്സ് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിക്കുകയായിരുന്നു, എന്തിനാ കൊടുക്കുന്നത്? നമ്മുടെ ഒരു ഹെയർലൂം ജ്വല്ലറി പോലെ ഹെയർലൂം വാർഡ്രോബ് നമുക്ക് സൂക്ഷിച്ചാൽ എന്താ? ഒരു ഡിസൈനും പഴഞ്ചൻ ഡിസൈൻ ആകുന്നില്ല ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡ്യൂറബിൾ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ അമ്മയുടെ സാരി ഞാൻ ആ കുട്ടിക്ക് കൊടുത്ത അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 3ആയിട്ട് തിരിക്കൂ. ഒരു 60 സാരി ഉണ്ടെങ്കിൽ ഈച്ച് 20 വെച്ച് എടുക്കൂ. ബാക്കി അവരുടെ ഇഷ്ടത്തിനുള്ളത് അവർ ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വെച്ചോളൂ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെയാണ് ഞാൻ കൊടുത്ത ഉപദേശം. തെറ്റോ ശരിയോ എനിക്ക് തോന്നിയത് അതാണ് കേട്ടോ. പിന്നെ അപ്പോൾ എന്തിനാണ് ഈ ഡ്യൂറബിലിറ്റിയെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ഈ പോളിസ്റ്റർ സാധനങ്ങളും അതൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ എൻവിറോൺമെൻറ്റിന് ദോഷം ചെയ്യും. അത് അവിടെ കാലങ്ങളോളം എന്താ പറയുക, അത് ദ്രവിച്ച് മണ്ണോട് ചേരില്ല. അതിൽ പകരം കുറച്ച് പൈസ കൂടുതലുള്ള ഈ പറഞ്ഞ പട്ടുനൂൽ പുഴുവിൽ നിന്നുണ്ടാക്കുന്ന ഈ തരത്തിലുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുക, അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ ലിനനൊക്കെ വാങ്ങിക്കുക. അപ്പോൾ പറയും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഇപ്പം നിങ്ങൾക്ക് 5 ഡ്രസ്സ് മേടിക്കണമെങ്കിൽ ഒരു 250 രൂപ വെച്ച് നിങ്ങൾ 5 ഡ്രസ്സ് കിട്ടില്ലായിരിക്കും. ടോപ്സൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വരുന്നതൊക്കെ, ചൈന പ്രോഡക്ട്സ് ഒക്കെ കുറേ ഉണ്ട്. പണ്ട് നമ്മൾ ബനിയൻ തുണിയുടെയൊക്കെ മേടിക്കുമ്പോൾ അത് കീറത്തുമില്ല, പഴയതാകുകയും ചെയ്യും. യു കെ നോട്ട് ഈവൻ യൂസ് ഇറ്റില്ല. അങ്ങനെയൊക്കെ വരുന്ന പ്രോഡക്ട്സ് എന്ത് ചെയ്യും? കത്തിച്ചാൽ കത്തും കൂടി ഇല്ല, അതിങ്ങനെ ഉരുകി പിടിക്കും പ്ലാസ്റ്റിക് പോലെ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോൾ നമ്മളുടെ സ്കിന്നിനെ ബ്രീത്ത് ചെയ്യാൻ പറ്റൂ. ആലോചിച്ച് നോക്കൂ, ഇറ്റ് കനോട്ട് ബ്രീത്ത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് കൂട്ടാതെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാരി മേടിക്കും. അയ്യോ എനിക്ക് എപ്പോഴും പുതിയത് കൊടുക്കണം, അത് പാടില്ല. ഒരു നല്ല സാരി എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് പോവാം കേട്ടോ. എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. യു ക്യാൻ ഡിഫർ, യു ക്യാൻ സേ അല്ല നമുക്ക് മാറി കൊടുക്കാൻ വേണ്ടേ. അങ്ങനെ ഒറ്റ തുണി മാത്രമുള്ളവരില്ലല്ലോ ഇന്നത്തെ ലോകത്ത്. ഒരു 5-6 ഉണ്ടാവില്ലേ, സാരി ആണെങ്കിലും പിന്നെ ചുരിദാറാണെങ്കിലും ഒക്കെ അല്ലേ. ഈ ചുരിദാറിനുള്ള കുഴപ്പം എന്താണെന്നറിയോ? അത് ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും അവരുടെ നമ്മളിപ്പോൾ വസ്ത്രങ്ങൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ മോളും ഞാനും ഇടാറുണ്ട്, അത് വേറെ കാര്യം. ബട്ട് സ്റ്റിൽ
ഹൈജീൻ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അതിന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാരി ആണെങ്കിൽ ഇറ്റ് ഈസ് ഡ്രേപ്ഡ് അല്ലേ, അങ്ങനെ ഇത് എങ്ങും ഒന്നും തൊടാതെ കിടക്കുന്ന ഒരു സാധനമല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, സാരി ഉടുക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ബോഡിയിൽ അങ്ങനെ ടച്ച് ആകുന്നുണ്ടോ? ഇല്ല, ആരുടെയും ബോഡിയിൽ അങ്ങനെ ടച്ച് ആകുന്നില്ല. ബിക്കോസ് അണ്ടർ ഗാർമെൻറ്റ്സ് ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, അണ്ടർ സ്കർട്ട് ഉണ്ട്. ജസ്റ്റ് തിങ്ക്, ഇതൊരു പുറത്തുനിന്ന് ഇങ്ങനെ റാപ്പ് ചെയ്തിരിക്കുന്ന ഒരു ക്ലോത്താണ്. ഈ ക്ലോത്ത് നമുക്ക് പിന്നെയും പിന്നെയും വേറെ ആളുകൾക്ക് കൈമാറി പോകുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല അല്ലേ? ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ നിങ്ങൾ. പണ്ട് ഇത് തന്നെയാണ് ബ്ലൗസ് പോലെയും ഇങ്ങനെ കെട്ടിയിട്ട് ഈ 5.5 മുഴം 6 മുഴം പിന്നെ എത്ര 9 ഗജം എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പാട്ടിമാരൊക്കെ ബ്രാഹ്മിൻ ലേഡീസൊക്കെ കെട്ടിയിരുന്നില്ലേ മടിസാറ്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂല്ലേ. ശരിക്കും ഒരൊറ്റ തുണി കൊണ്ടാണ് അവർ എല്ലാം പ്രയോഗങ്ങളും പ്രയോഗിച്ചിരുന്നത് പണ്ട്. ഉൾക്കാട്ടിലേക്കൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് വളരെ കുറവ് വസ്ത്രങ്ങളൊക്കെ ഉള്ളവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? പിന്നെ ഏതോ ഒരു ഇതിൽ നള ദമയന്തി കഥയിൽ ഇങ്ങനെ ഉത്തരീയം കീറിയിട്ട് നളൻ വസ്ത്രമാക്കിയിട്ട് പോകുന്ന കഥയൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? ഇതിൽ നളദമയന്തിയിൽ കഥയിലാണെന്ന് തോന്നുന്നു. അതെ, അതിലാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയും നീളമുള്ള വസ്ത്രം ഉള്ളതുകൊണ്ട് രണ്ടുപേർക്ക് ധരിക്കാൻ പറ്റുമെന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് അല്ലേ കവികളും. അപ്പോൾ ഇവിടെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബൈ തിങ്സ് വിച്ച് ആർ ഡ്യൂറബിൾ. ഞാൻ കുറേ നാളുകൾ കൊണ്ട് ശ്രദ്ധിച്ച് വാങ്ങിക്കുന്ന ചില കാര്യങ്ങൾ പറയട്ടെ. ചെരുപ്പ്, അത് നല്ല ക്വാളിറ്റി ചെരുപ്പ് വാങ്ങിക്കുക. നമ്മുടെ കാല് നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന തരം ചെരുപ്പുകളില്ലേ. ഇപ്പോഴത്തെ വ്ളോഗിലുള്ള ഇത് പറയുകയാണെങ്കിൽ ബർക്കിൻ സ്റ്റോക്ക്, അത് നിങ്ങൾ മമ്മൂട്ടിയുടെ സിനിമ എടുത്ത് നോക്കിയാൽ കാണാം. ഏറ്റവും ആദ്യം മമ്മൂട്ടി സിനിമയായിരുന്നു ഭീഷ്മപർവം. അതിനകത്ത് മമ്മൂട്ടി ഒരു ഭീഷ്മരായിട്ട് നിൽക്കുന്ന കഥയല്ലേ, നമ്മുടെ സൗബീൻ താഹിറൊക്കെ ഉള്ള. സൗബീൻ താഹിറാണ് അത് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഒരു ടൈപ്പ് മേക്കായിരുന്നു അത്. എന്നിട്ട് അത് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനൊരു മഹാഭാരതത്തിൻ്റെ കൊണോട്ടേഷനൊക്കെ പറയണ്ടായി. ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. യു ജസ്റ്റ് വാച്ച് ഹിസ് ഇത് എന്താ ഫസ്റ്റ് വരുന്ന ഇതിൽ നോക്കൂ കേട്ടോ. യു ക്യാൻ സീ ഈസ് മമ്മൂട്ടിയുടെ കാലെന്നൊക്കെ പറയണത് ഇങ്ങനെ അഴകുള്ള കാലുകളല്ലേ, അതും കാണിക്കുന്നുണ്ട് ആ ചെരുപ്പിട്ടിട്ട്. അങ്ങനെ ആ ചെരുപ്പ് അവിടെ ഭയങ്കര ഹിറ്റാവുകയും ചെയ്തു നമുക്ക് കേരളത്തിലും. ഇറ്റ്സ് ദെയർ ഇൻ ഓൾ ദ മോൾസ്. ലുലു മോളിലൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം വാങ്ങിച്ചത് ഇവിടെ അബുദാബി മോളിൽ നിന്നാണ്. ഐ പെയ്ഡ് ത്രൂ മൈ നോസ്. 400 ദിറംസ് ആയിരുന്നു അത് 2016. ഇന്നും എൻ്റെ കയ്യിലുണ്ടത്. എത്ര വർഷമായി? 2016 എന്ന് പറയുമ്പോൾ ഒരു ചെരുപ്പ് ഡ്യൂറബിൾ എന്നും യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. കോക്ക് മോഡലാണത്. അത് ഇവിടെ പറഞ്ഞതിനാണെന്ന് അത് ദാറ്റ് വാസ് വെരി കോസ്റ്റ്ലി ഫോർ മീ. അരവിന്ദ് വാങ്ങിച്ചു തന്നതാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വെരി കോസ്റ്റ്ലി. അത് ഞങ്ങൾ ഡെയിലി വെയറിന് ഞാൻ അതായിരുന്നു. അതിൻ്റെ തന്നെ റബ്ബർ സാൻഡൽസ് ഉണ്ട് കേട്ടോ. 4000 റുപ്പീസാണ് ഇപ്പോൾ. അവിടെ ലുലുന്ന് ഞാനൊരെണ്ണം വാങ്ങിച്ചായിരുന്നു. നമ്മുടെ നാട്ടിലെ മഴയ്ക്ക് നല്ലതാണ്, കാലിന് നല്ല സുഖമാണ് അതിട്ടുണ്ടെങ്കിൽ. ലൈറ്റുമാണ്, വെള്ളം വീണ ഒന്നും പറ്റുകയില്ല, തെന്നില്ല. അങ്ങനത്തെ ഒരു ചെരുപ്പ്, ഗ്രിപ്പുള്ള ചെരുപ്പ് നോക്കിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ചെരുപ്പ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചീപ്പ് ചപ്പൽസ് വാങ്ങി അതിൻ്റെ പൈസ കളയാതെ നല്ല ചപ്പൽ എന്തിനാ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സാൻഡൽസ്, ചെരുപ്പുകൾ ഒരുപാട് വാങ്ങിക്കൂട്ടുന്ന ആളുകളില്ലേ, അതിന് പകരം പറഞ്ഞതാണ്. ചിലർക്ക് അതൊരു ഹോബി ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നല്ല കളർഫുൾ സാൻഡൽസ് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ കാണാം. ആഗ്രയിലും അവിടെയൊക്കെ സ്ട്രീറ്റ്സിൽ വിൽക്കുന്നത്. അയ്യോ, അത് എന്തൊരു ഹിറ്റായിരുന്നു എന്നറിയോ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കൊലാപ്പൂരി ശ്രീദേവി ചേച്ചി ഇല്ലേ, എൻ്റെ ശ്രീദേവി ചേച്ചി എപ്പോഴും അതൊക്കെ ഇട്ടിട്ടാണ് പണ്ട് നടന്നിരുന്നത്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ശ്രീദേവി ചേച്ചിയുടെ സ്റ്റുഡൻസൊക്കെ നോട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അതിനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു എന്ന് പറഞ്ഞൊരു സൗണ്ടും ഉണ്ട്. ഞാനും ബിന്ദുവൊക്കെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബിന്ദുവൊക്കെ 10th പഠിക്കുമ്പോൾ ബിന്ദു അത് ഇട്ടിട്ടൊക്കെ വരുമ്പോൾ അല്ലേ നടന്നു വരുമ്പോൾ ഒരു നല്ല സൗണ്ടാണ്. ഞങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അത്. പക്ഷേ ഇറ്റ്സ് എ വെരി നൈസ് ചപ്പൽ. അതിന് പക്ഷേ ഗ്രിപ്പില്ല. അതുകൊണ്ട് വയസ്സായവരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അത് വളരെ ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും. 500 രൂപയ്ക്കുള്ളിൽ കിട്ടും. അപ്പോൾ ഭംഗിക്ക് വേണ്ടി അത് ഉപയോഗിക്കാം. ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ബർക്കിൻ സ്റ്റോക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുക. വേറെയൊക്കെ ഉണ്ട്, കോക്സൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എനിക്ക് ക്രോക്സ് എന്ന് പറഞ്ഞ ഇതില്ലേ പിള്ളേർക്കൊക്കെ ഇടുന്നത്, ഇങ്ങനെ ഷൂ പോലെ ഇരിക്കുന്ന, അതിലൊക്കെ ഒരു സുഖമുണ്ട് ഈ സാൻഡൽസിലാണ്. പണ്ട് ബാറ്റ ചപ്പൽസില്ലേ, അവരിറക്കിയിരുന്നു ഈ കോക്ക് സാൻഡൽസ്, ഈ ബർക്കിൻ സ്റ്റോക്ക് മോഡലിൽ. അരവിന്ദ് കല്യാണം കഴിക്കുമ്പോൾ അതായിരുന്നു ഇട്ടിരുന്നത്. എൻ്റെ കസിൻസൊക്കെ ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ഫുട്വെയറിനെ പറ്റി പറയാൻ കാര്യമുണ്ട് കേട്ടോ. അലമാര നിറച്ച് ചെരുപ്പുകൾ മേടിച്ച് വെക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറേ കഴിയുമ്പോൾ ചിലതൊക്കെ ഉണ്ടല്ലോ, ഞാൻ 1-2 ഇങ്ങനെ വാങ്ങിച്ചത് ഉപയോഗിക്കാണ്ടിരുന്നത് ചീത്തയായിപ്പോയി. ഇതൊന്നും അങ്ങനെയല്ല. ഡെയിലി യൂസ് ചെയ്ത് അതിന് നമ്മളുടെ കാലിൻ്റെ ഒരു ഷേപ്പ് വരും.
അതൊരു കാര്യം. എന്തിനാ ഇതൊക്കെ എൻവിറോൺമെൻറ്റൽ എന്താ ഒരു സ്നേഹം, എൻവിറോൺമെൻറ്റിനോടുള്ളൊരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാം കേട്ടോ. കൂടുതൽ ഡ്യൂറബിളായിട്ടുള്ളതാവുമ്പോൾ ലാൻഡ് ഫില്ലിലേക്ക് അതങ്ങനെ പോവില്ല. ഒരുപാട് എന്താ പറയണ വേസ്റ്റ് വരില്ലല്ലോ സാധനങ്ങൾ. ഇപ്പോൾ സാരി ഇപ്പോൾ നമ്മൾ കളയുകയാണെങ്കിൽ അത് വേസ്റ്റ് അല്ലേ ആവണത്, കണ്ടും കൊണ്ടും മുറിച്ച് കളയുമ്പോൾ ഒരു സങ്കടവും തോന്നും അല്ലേ. അപ്പോൾ അത് കുറേ നാളുകൾ, ഇതിപ്പോൾ എൻ്റെ മകൾക്ക് ഉറപ്പായിട്ട് ഇതിങ്ങനെ മോൾക്ക് കൊടുക്കും. അത് മോൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ മോൾ യൂസ് ചെയ്തോളും. അപ്പോൾ അതുപോലെ ചിലരൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവില്ല എന്ന് ഓർത്ത്, അധികം സ്ത്രീ ജനങ്ങളാണല്ലോ കേൾക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഐ എം പാസിങ് ദിസ് മെസ്സേജ്. എൻ്റെ മനസ്സിൽ വരുന്നതാണ് കേട്ടോ ഞാനും പറയുന്നത്. ഓരോ ദിവസം എഴുതി വെച്ച് സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും അല്ല, ബട്ട് ഐ ഹാവ് എൻ ഐഡിയ, എ ത്രെഡ്. അത് ഞാൻ അടുത്ത ദിവസം വന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നു എന്ന് മാത്രം. പിന്നെ ഈ സാരീസ്, പിന്നെ ബ്ലൗസസും ഈ പറഞ്ഞ പോലെ ഇല്ലേ, ഇഫ് യു ക്യാൻ ടേക്ക് ഒരു ക്ലൂ ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് മെയിൻറ്റെയിൻ യുവർ ബോഡി, അത് കുറേ വർഷം യൂസ് ചെയ്യാം. എല്ലാവർക്കും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നറിയില്ല. ചിലരുടെ ബോഡി പെട്ടെന്ന് വണ്ണം വെച്ച് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ കയ്യിൽ കൊഴുപ്പ് കൂടും. ദൈവം തമ്പുരാൻ സഹായിച്ച് എനിക്ക് അങ്ങനെ കുഴപ്പങ്ങളില്ലാത്തതുകൊണ്ട് എനിക്ക് പാരീസ് ടൈലറിങ്ങിൽ കൊടുത്ത് തയ്ക്കുന്ന ബ്ലൗസസ് ഇല്ലേ, വർഷങ്ങളോളം ഇടാൻ പറ്റുന്നതുകൊണ്ട്, ഡ്യൂറബിലിറ്റി ഉള്ളതുകൊണ്ട്, പൈസ കൂടുതലാണെങ്കിലും ഞാൻ തയ്ക്കാറുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെരി എന്താ പറയുക, ബ്ലൗസും സാരിയും ഒരു എന്താ പറയണേ ഒത്തുപോകണം അല്ലേ. അല്ലെങ്കിൽ നല്ല സാരിക്ക് പൊട്ട ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അത് ഭംഗി ഉണ്ടാവില്ല. ലൈക്ക് സ്റ്റിച്ച്ഡ് ബ്ലൗസ് ഓൾസോ നല്ല സ്റ്റിച്ച് ആയിരിക്കണം. ഇപ്പോൾ ഒരുമാതിരി കുറേ ആൾക്കാരുണ്ട് അല്ലേ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യണേ. പക്ഷെ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ ഒരേ സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടേ മാറാൻ നമുക്ക് പ്രയാസമാണ്. അവരൊരു വലിയ കമ്പനി ആയിപ്പോയി ഈ പാരീസ്. അതുകൊണ്ട് ഐ എം ഓൾസോ ഹാപ്പി. എനിക്കൊരു ഇവർ പൂട്ടിപ്പോയി എന്ത് ചെയ്യുന്നു, ഭാഗ്യത്തിന് പൂട്ടിപ്പോയില്ല, ഇപ്പോഴും ഉണ്ട്. മോൾക്കും ഞാൻ അവിടെ കൊടുത്ത് തയ്പ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഇറ്റ്സ് വെരി നൈസ് അവരുടെ സ്റ്റിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഇതിൽ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്യൂറബിലിറ്റി ഉള്ള പ്രോഡക്ട്സ് വാങ്ങിച്ചിട്ട് കുറേ നാൾ യൂസ് ചെയ്യുക, സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് അവർ മദർ എർത്ത്. ഇത് പണ്ടൊരു കഥയുണ്ടല്ലോ, ഭൂമിക്ക് ശ്വാസം മുട്ടി അസുരന്മാരെ കൊണ്ടെന്നൊക്കെ. ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറയാം, പക്ഷെ ഇതിനൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. എന്നിട്ട് ഭൂമി എന്ത് ചെയ്തു, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഭൂമി പോയി കടലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു എന്നൊക്കെയാണ് പറയണേ. എന്നിട്ട് ഒരു വരാഹ രൂപത്തിൽ ഭഗവാൻ പൊക്കിക്കൊണ്ട് വന്നതാണ് തേറ്റ വെച്ചിട്ട് എന്നൊക്കെ ഒരു കഥയുണ്ട്. ഇത് വേറെ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ ഭാരം താങ്ങാൻ പറ്റാന്നിട്ട് ഭൂമി അങ്ങ് താഴ്ന്നു പോയതായിരിക്കും ഈ ആകാശഗംഗയിൽ അല്ലേ. അത് ആലോചിച്ച് നോക്കിയിരിക്കുക. അത്രയും വർഷങ്ങളോളം നമ്മളിങ്ങനെ അമാസ് ചെയ്യല്ലേ കുപ്പകൾ, ആവശ്യമില്ല ആളുകൾ ഉപയോഗിച്ചിട്ട്. ഒരു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകണ പ്ലാസ്റ്റിക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് പൊട്ടുമല്ലേ. പക്ഷേ ഇവിടെ അബുദാബിയിൽ ദേ ഹാവ് റീസൈക്ലിംഗ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ എന്താ പറയുക, അത് ഇതിനകത്തേക്ക് നല്ലോണം ഡീഗ്രേഡഡ് ആകും എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമാണ് അവർ ഉണ്ടാക്കിയിട്ട് അവർ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യും. അല്ലാത്തത് പൊടിച്ചിട്ട് കടലിലേക്ക് ഇടുള്ളൂ എന്നാണ് കേൾക്കുന്നത്. അതായിരിക്കാം വാസ്തവവും. കാരണം ദേ ഹാവ് മണി ആൻഡ് ടൈം ആൻഡ് പവർ ടു ഡു സോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒരു 10-25 സെൻറ്റിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഇൻസിനുവേറ്റർ വാങ്ങിച്ചു വയ്ക്കുക. ഓക്കെ, അന്തരീക്ഷത്തിലേക്ക് പോകുമായിരിക്കും, പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വേസ്റ്റൊക്കെ അതിൽ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയാം. പിന്നെ ലാൻഡ് ഫില്ലിലേക്ക് ഇടണ്ട. എന്നിട്ട് ബാക്കിയുള്ള ചാരോ അത് കൊണ്ടുവന്ന് ഇടുകയാണെങ്കിൽ അത് എർത്ത് മണ്ണ് അബ്സോർബ് ചെയ്തോളും അല്ലേ. സോ ദീസ് ആർ ദ മെസ്സേജസ് കേട്ടോ. നിങ്ങളൊരു ടേക്ക് അവേ ആയിട്ട് ഇത് എടുക്കണം. ഇതൊരു എന്താ പറയുക, എല്ലാവർക്കും പൈസ കൂടിയ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കേണ്ട. പറ്റുന്നവർ ഒരു വർഷത്തിൽ ഒരു ഓണത്തിന് വാങ്ങിക്കാനാണെങ്കിലും ഒരു ഇച്ചിരി ക്വാളിറ്റിയുള്ള തുണി വാങ്ങിക്കൂ. ഓക്കെ, ഐ തിങ്ക് ആരും ഒഫൻഡഡ് ആയിട്ട് തോന്നരുത് കേട്ടോ. പൈസ ഉള്ളവർക്ക് എന്തും പറയാം, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കൂട്ടി വെക്കൂ. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. ഒരു പെരുന്നാൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓണം വരുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമിൽ വാങ്ങിച്ചാൽ മതി. അച്ഛനമ്മ അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നുകൊണ്ടിരുന്നത്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ ഫോർ അസ്. നമ്മളെവിടെ പോകാനായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് കുട്ടികൾക്ക് മേടിക്കുമ്പോഴും കുറച്ച് നല്ല ക്വാളിറ്റി. പിന്നെ പറയും കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി വാങ്ങിച്ചാലേ ചേച്ചി അവർ പെട്ടെന്ന് വളർന്നു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഉപയോഗിച്ച വസ്ത്രമാണെങ്കിലും പെട്ടെന്ന് വളർന്നു പോകുന്നത് കാരണം അത് നമുക്ക് ആരേതുമില്ലാത്ത കുട്ടികൾക്ക് ഡ്രൈ ക്ലീൻ ചെയ്ത് ഒന്ന് കൊണ്ടുപോയി ആ അനാഥാലയത്തിൽ കൊടുത്താൽ ആ പരുവത്തിലുള്ള കുട്ടികൾക്ക് അത് യൂസ് ചെയ്യാമല്ലോ അല്ലേ. ഐ ഹാവ് ഡൺ ഓൾ ദീസ് തിങ്സ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് പക്ഷേ ചീപ്പായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് വാങ്ങിച്ച് തയ്ക്കണം ആ പരിപാടിയല്ല, മെറ്റീരിയൽസ് വാങ്ങിച്ച് തയ്ക്കുമായിരുന്നു.
എന്നിട്ട് അവൾ കുറച്ച് വലുതായിട്ട് തയ്ക്കുമായിരുന്നു. ചെറുതായിരുന്നപ്പോഴേ ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവർക്ക് കളർ ഡ്രസ്സായിരുന്നു. പക്ഷേ ഞാൻ 6 വരെ ഇടാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലൂസായിട്ട് തയ്ക്കും. അതെന്താണെന്നറിയോ, അത് ഫാഷൻ്റെ ഇതിന് കുഴപ്പമാണെന്നൊന്നുമല്ല. ആ സമയത്ത് കുട്ടികൾക്ക് എന്ത് ഫാഷൻ, ഒരു ഭംഗി ഉണ്ടായാൽ പോരെ. നല്ല ഭംഗിയുള്ള ഉടുപ്പുകൾ തയ്പ്പിച്ചിട്ട് എൻ്റെ കസിൻസൊക്കെ അന്ന് തയ്ക്കുമായിരുന്നു. അവരൊക്കെ തയ്ച്ച് തരുമായിരുന്നു കേട്ടോ. അവർക്ക് മെറ്റീരിയലൊക്കെ എടുത്ത് കൊടുത്താൽ മതി, അവർ തയ്ച്ചൊക്കെ തരുമായിരുന്നു, കൊച്ചിയിലുള്ള എൻ്റെ കസിൻസ്. അപ്പോൾ ഈ കുട്ടികൾക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ലൂസായിട്ട് കിടക്കുമ്പോൾ ഇല്ലേ സ്കിൻ ബ്രീത്ത് ചെയ്യാൻ പറ്റും, സ്കിൻ ഡിസീസസ് വരില്ല, ഈ ചൂടുകുരുവിൻ്റെ അസ്കിത ഉണ്ടാവില്ല. കുറച്ച് അത് നല്ലതല്ലേ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഓക്കെ, ഈ ടോപ്പിക്ക് ഇന്ന് ഇത്രയും മതി. ഐ വിൽ കം ടുമോറോ അഗെയിൻ. ബൈ. കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ.